ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഋതികയും കൊണ്ട് രാജു ഇങ്ങനെ ബൈക്കിൽ സന്തോഷത്തോടെ യാത്ര ചെയ്യുവാണ്. രാജു പറയുക, എൻ്റെ ഋതികയെ തിരിച്ചു തന്നതിന് ദൈവത്തിന് നന്ദി. എൻ്റെ ഋതുവിനെ ഓർത്ത് ഞാൻ എത്രമാത്രം വിഷമിച്ചെന്നറിയാവോ. രാജുവിൻ്റെ ബൈക്കിൻ്റെ പിന്നിലിരുന്ന് ഋതിക രാജുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുക, ഞാനും രാജു എൻ്റെ അടുത്ത് ഇല്ലാതിരുന്നപ്പോഴാണ് ഞാൻ രാജുവിൻ്റെ വില മനസ്സിലാക്കിയത്. രാജു ഇക്കാലം അത്രയും എനിക്ക് തന്ന സ്നേഹമേ ഇത്രയധികം ഡീപ്പായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. പക്ഷേ നമ്മൾ ഒരുപാട് വിഷമിച്ചു. ഇത്രയും സ്നേഹമുള്ള നമ്മളെ ദൈവം എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? രാജു പറഞ്ഞത് ശരിയാ. എന്തിനാ ദൈവം നമ്മളെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? രാജു, സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്താ ഋതു? ഇനി എൻ്റെ രാജു എന്നെ വിട്ടു പോകാൻ പാടില്ല. ഇനി അങ്ങനെ വല്ലതും ഉണ്ടായ രാജു, സത്യമായിട്ട് ഞാൻ മരിച്ചു കളയും. അങ്ങനെയാണെങ്കിൽ ഋതു, ഞാനും മരിച്ചു കളയും. രാജു, ബൈക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് നിർത്താവോ? എന്തിനാ ഋതു? എനിക്ക് ഒന്ന് ഫ്രഷ് എയർ ശ്വസിക്കണം. അതിനെന്താ ഋതു, ഞാൻ ഇപ്പം തന്നെ നിർത്താവല്ലോ. എന്തുവാ രാജു നോക്കുന്നത്? നിർത്താത്ത എന്താ? എന്നാലേ അതിന് പറ്റിയൊരു പ്ലേസ് കിട്ടണ്ടേ, അതാ ഞാൻ നോക്കുന്നത്. നമുക്കൊരു പ്രൈവസിയൊക്കെ വേണ്ടേ? അത് വേണം രാജു. ഏതായാലും പറ്റിയൊരു സ്ഥലമുണ്ട്. അതെവിടാ രാജു? ചുംബനമുക്ക്. അത് ഏത് മുക്കാ രാജു? ചുംബനമുക്ക്. അതെന്താ രാജു, അങ്ങനെയൊക്കെ സ്ഥലമുണ്ടോ? പിന്നില്ലേ, ഇവിടെ ഇല്ലാത്ത പിന്നെ എന്തൊക്കെയാ ഉള്ളത്? ചുംബനമുക്ക്, പഞ്ചാരമുക്ക്, ആലിംഗനമുക്ക്. സത്യമായിട്ട് വേണോ രാജു? അങ്ങനെ രാജുവും ഋതികയും കൂടെ അവർക്ക് പ്രൈവസിയായ ഒരു സ്ഥലം നോക്കി വണ്ടി നിർത്തുവാണ്. രാജു എന്നിട്ട് ഋതികയോട് പറയുക, ഋതു, ഇതാണ് ചുംബനമുക്ക്. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ രാജു? അങ്ങനെ രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുവാണ്. പെട്ടെന്ന് ഋതിക രാജുവിനെ കെട്ടിപ്പിടിക്കുക. സത്യവാ രാജു ഞാൻ പറഞ്ഞത്. എനിക്ക് എൻ്റെ രാജുവിനെ പിരിഞ്ഞിരിക്കാൻ വയ്യ. എൻ്റെ ഋതു, എനിക്കും കഴിയില്ല. ഇനി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പിരിഞ്ഞിരിക്കാനുള്ള അവസരം ഉണ്ടാവരുത്. നമ്മൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി രാജു. ഈ സമയം അംബികയും ദീപക്കും അനന്തംപിള്ളയുടെ വീട്ടിൽ വന്നിരിക്കുക. മൂന്നുപേരും ഇങ്ങനെ പഴം വിഴുങ്ങിയ കുന്തങ്ങളെ പോലെ ഇരിപ്പുണ്ട്. ആ മൗനങ്ങളെ മുറിച്ചു മാറ്റിക്കൊണ്ട് ദീപക്ക് പറയുക, എന്തെല്ലാം മനോഹരമായ സ്വപ്നങ്ങളായിരുന്നു. ഋതികയ്ക്ക് വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം. അവൾ അട്ടക്കുളങ്ങര ജയിലിലേക്ക്. തുടർന്ന് വല്യമ്മാവിൻ്റെ കെയർ ഓഫിൽ 4 നേരം ഫുഡ് അടിച്ചോണ്ട് നടക്കുന്ന ശേഖരൻ എന്ന വാഴയെ അടിച്ചോടിച്ച് അമ്മയും ഞാനും കൂടി എല്ലാ കമ്പനികളുടെയും MD അയ്യടാ എന്നും പറഞ്ഞ് ദീപക് ഇങ്ങനെ ദേഷ്യത്തോടെ പുച്ഛിക്കുവാണ്. പോരാത്തതിന് ഇടയ്ക്കിടയ്ക്ക് പെർമിഷൻ എടുത്ത് അട്ടക്കുളങ്ങര ജയിലിൽ ചെന്ന് അമ്മ ഋതികയെ ചീത്ത വിളിച്ചിട്ട് തിരിച്ചു പോരുന്നു. ഇതങ്ങനെ ഒരു വഴിപാട് പോലെ തുടരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, അമ്പും വില്ലും, തേങ്ങാക്കൊല, ഒടുവിലിപ്പോൾ പവനായി ശവമായി. കുറവഞ്ചത്ത കുറത്തിയെപ്പോലെ ഇരിക്കുന്ന അംബികയെ നോക്കി ദീപക് പറയാ, ഓ, ഇരിപ്പ് കണ്ടില്ലേ? ഇരിക്കുന്ന ഇരിപ്പ് കണ്ട ദൈവം പോലും കഞ്ഞി കുടിക്കില്ല. ദേഷ്യത്തോടെ അംബിക, മതിയടാ കളിയാക്കിയത്. നിനക്കൊക്കെ വേണ്ടി ഞാൻ എന്തൊക്കെയോ ചെയ്തോ, അതൊക്കെ 8 നിലയിൽ തന്നെ പൊട്ടും. ജീവശവം പോലെ അനന്തംപിള്ള വാ തുറന്ന് ചോദിക്കുക, സത്യത്തിൽ കോടതിയിൽ എന്തൊക്കെയാണ് നടന്നത്? ദീപക് മോനെ, നീ ഒന്ന് വിവരിച്ച് പറഞ്ഞേ. അയ്യോ എൻ്റെ അങ്കിളെ, ആ നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടറെ എടുത്തിട്ട് ആ വക്കീലുണ്ടല്ലോ, ആ വക്കീലിട്ട് പകട കളിക്കുമായിരുന്നു. ദേവസേന സർക്കിൾ ഇൻസ്പെക്ടറെ ചോദ്യം ചെയ്തതെല്ലാം അങ്ങനെ ദീപക് വിവരിച്ച് പറയുവാണ്. ചക്കരവാവ എന്ന് പറയുന്ന ആ കള്ളൻ സർക്കിൾ ഇൻസ്പെക്ടറുടെ വീട്ടിൽ നിന്നും ജഗന്നാഥനെ ഷൂട്ട് ചെയ്യുന്ന ആ രേഖകൾ അടങ്ങിയിരുന്ന ആ മൊബൈല് സർക്കിൾ ഇൻസ്പെക്ടറുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയത് അതേതോ ഒരു ഇൻസ്പെക്ടർ പിടിച്ചെടുത്തു. അങ്ങനെ അത് കോർട്ടിൽ കൊണ്ടുവന്ന് അത് അവരെല്ലാവരും കണ്ടു. അങ്ങനെ ജഡ്ജിക്ക് സത്യവും മനസ്സിലായി. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അനന്തംപിള്ള പറയുക, എന്തൊക്കെ പറഞ്ഞാലും സൂര്യമംഗലത്തെ ചോരയല്ലേ അവള്. സാക്ഷാൽ മഹാദേവവർമ്മയുടെ കൊച്ചുമകള്. അവളെ ഒന്ന് തൊടാൻ പോലും പറ്റില്ല. മീഡിയക്കാരെ കൊണ്ടും പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ടും പിന്നെ ഗുണ്ടകളെ കൊണ്ടുമൊക്കെ ഞാൻ കളിപ്പിച്ച കളികളൊക്കെ പാഴായി പോയില്ലേ? ഇതിനെല്ലാം വേണ്ടി കാശ് ഞാൻ എത്രയാ ഒഴുക്കിയത്? കള്ളെത്രയാ ഞാൻ ഒഴുക്കിയത്? അത് കേട്ടിട്ട് അംബിക, കാശ് എത്ര ഒഴുക്കിയെന്നാ? എന്നിട്ടും അവളെ എന്നേക്കുമായി ജയിലിടാനൊന്നും പറ്റിയില്ലല്ലോ. അതല്ലേമ്മേ ഞാനും പറഞ്ഞത്, മനോഹരമായ നടക്കാത്ത ഒരു സ്വപ്നമായി പോയി അതെന്ന്. അത് മാത്രമല്ലടാ ദീപക്കെ, കഷ്ടത്തിലിരുന്നത് പോവുകയും ചെയ്ത് ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല. അത് കേട്ടിട്ട് പൊട്ടൻ ദീപക് ചോദിക്കുക, അല്ല കഷ്ടത്തിലിരുന്ന സംഗതി എന്തായിരുന്നു? അംബികയാണെങ്കിൽ ആകെ ദേഷിച്ചിങ്ങനെ കറങ്ങിയിരിക്കുക. അപ്പോഴാണ് ഇവ ദീപക്കിൻ്റെ വൃത്തികെട്ട ചോദ്യം. അത് കേട്ടിട്ട് അംബിക, അത് മനസ്സിലായില്ലടാ ചക്കരെ, ആ CI ജയിലിലായില്ലടാ. ഓ, അതാണോ അമ്മേ കാര്യം? അത് ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അയാൾ നേരെ പൂജപ്പരയ്ക്ക് പോയില്ലേ?
അത് കേട്ടിട്ട് അനന്തംപിള്ള പറയാം, അതെ, ഇന്ന് മുതൽ അവൻ അവിടെ കിടന്ന് ഉണ്ട തിന്നാൻ തുടങ്ങും. അംബിക എന്തൊക്കെ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഉടനെ അനന്തംപിള്ളയോട് ചോദിക്കുക, അനന്തംപിള്ള ചങ്കിൽ കൂടി ഒരു ഇടിവാള്. എന്താ അംബികെ, ആ CI ഇനി കാലുമാറുവോ? നമ്മുടെയെല്ലാം പേര് പറഞ്ഞ് അയാളങ്ങ് രക്ഷപ്പെടുവോ? ഏയ്, അയാൾ അങ്ങനെ പറയുവോ അംബികെ? ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ നമ്മളാണെന്ന് പറഞ്ഞാലും അപ്പോഴും അതിൽ അയാളുടെ പങ്കില്ലാതാകുന്നില്ലല്ലോ. അതൊക്കെ ശരിയാ അനന്തംപിള്ളേ, പക്ഷേ അയാളങ്ങനെ സത്യം കോടതിയോട് തുറന്നു പറഞ്ഞാലോ? അപ്പോൾ മുഴങ്ങുന്നത് നമ്മളുടെ 3 പേരുടെയും മരണമൊഴിയായിരിക്കും. അത് കേട്ടിട്ട് പെട്ടെന്ന് ദീപക്ക് പറയാ, 3 പേരുടേതല്ല, 2 പേരുടേത്. ഞാനീ ഗൂഢാലോചനയിലൊന്നും ഇല്ലായിരുന്നു. എടാ ദീപക്കെ, അതൊന്നും പറഞ്ഞാലേ മറ്റുള്ളവർ വിശ്വസിക്കത്തില്ല. എന്തായാലും അനന്തംപിള്ളേ, ആ CIയുടെ നാവടപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണം. പ്രതാപനും കൂട്ടരും ഇപ്പോൾ വീട്ടിലെത്തിക്കാണും. വെറുതെ ഇനിയൊരു സംശയം വേണ്ട. ഞങ്ങൾ ഇറങ്ങട്ടെ അനന്തംപിള്ളേ എന്നും പറഞ്ഞ് അംബികയും ദീപക്കും അവിടുന്ന് പോവുകയാണ്. രാജു ഋതികയോട് ചോദിക്കുന്നു, ഋതു കോടതി വെറുതെ വിട്ട കാര്യം ഋതു അമ്മയെ വിളിച്ച് പറഞ്ഞോ? അത് അമ്മ അറിഞ്ഞു കാണുമല്ലോ രാജു. വേണുവെങ്കിലോ രാധമ്മയെ വിളിച്ച് പറഞ്ഞു കാണും. എന്നാലും ഋതു ഒന്ന് വിളിച്ച് പറയണ്ടേ, അമ്മയ്ക്ക് സന്തോഷമാവട്ടെ. അത് രാജു, എനിക്കിപ്പോൾ മറ്റൊരു കാര്യത്തിൽ വലിയ ടെൻഷനാ. അതെന്ത് കാര്യമാണ് ഋതു? ഒരു വലിയ സന്തോഷം വന്നപ്പോൾ അതിനേക്കാൾ ഇരട്ടി ദുഃഖമായില്ലേ? എൻ്റെ ഋതു എന്തുവാ പറയുന്നേ? എനിക്ക് മനസ്സിലാകുന്നില്ല. അത് രാജു, അച്ഛന് പിണക്കമായില്ലേ? ഏയ്, അതൊന്നും സാരമില്ല ഋതു. വർമ്മ സാറല്ലേ, അദ്ദേഹം അത്ര വലിയ തത്വചിന്തകനൊന്നും അല്ല. ഞാൻ അമ്മയെ വിളിക്കാം, ഋതു അമ്മയോട് സംസാരിക്കും എന്നും പറഞ്ഞ് രാജു ഫോൺ ഋതികയുടെ കയ്യിൽ കൊടുക്കുവാണ്. പത്മാവതി സന്തോഷത്തോടെ ഫോൺ എടുത്തിട്ട് മോളേന്ന് വിളിക്കുക. അമ്മ വിവരമൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു മോളെ, വേണുവേട്ടൻ വിളിച്ചിരുന്നു. പോരാതെ ഞാൻ ന്യൂസിൽ കൂടെ അറിഞ്ഞു മോളെ. എൻ്റെ അമ്മ ഇന്ന് സമാധാനത്തോടു കൂടി ഉറങ്ങിക്കോ. ശരി മോളെ. മോളിപ്പോൾ എവിടെയാ? ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുക അമ്മേ. കുറച്ച് കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്തോട്ട് പോകും. അമ്മേ, പിന്നൊരു കാര്യം, അച്ഛൻ ദേഷ്യപ്പെട്ട വീട്ടിലോട്ട് പോയിരിക്കുന്നത്. അതെന്തിനാ മോളെ? അമ്മേ, അന്ന് നമ്മൾ ഒരുമിച്ചെടുത്ത വീഡിയോ ഇല്ലയോ? അത് കോടതിയിലൊരു പ്രധാന തെളിവായിരുന്നു. അമ്മയോടൊപ്പം ഞാൻ നിൽക്കുന്ന ആ വീഡിയോയെ അച്ഛൻ കണ്ടു. അതിനാ അച്ഛൻ ദേഷ്യപ്പെട്ടു പോയത്. അതൊന്നും എൻ്റെ മോള് കാര്യമാക്കണ്ട. പ്രതാപേട്ടനെ നിന്റെ അച്ഛനാ. അതുകൊണ്ട് എൻ്റെ മോള് ധൈര്യത്തോടെ അച്ഛൻ്റെ അടുത്തോട്ട് ചെല്ല്. എന്നാൽ ശരിയമ്മേ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും ഫോൺ കട്ട് ചെയ്യുവാണ്. വീട്ടിൽ വന്ന് പ്രതാപൻ ഇങ്ങനെ തലയ്ക്ക് കൈകൊടുത്തിരിക്കുവാണ്. അടുത്തിരുന്ന് ശേഖരൻ പറയാ, എന്തായാലും ദൈവത്തിന് 1000 നന്ദി. ഒരു കുഴപ്പവും കൂടാതെ നമ്മുടെ മോള് രക്ഷപ്പെട്ടില്ലേ? ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ ഋതുമോളെ കോടതി വെറുതെ വിടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പോഴും പ്രതാപന്റെ ചിന്തയിൽ ജഡ്ജി ചോദിച്ച ആ ചോദ്യമാണ്, ആ വീഡിയോയിൽ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, അതാരാ? അപ്പോൾ ഋതിക പറയുന്നു, അത് എൻ്റെ അമ്മ പത്മാവതിയാണെന്ന്. പ്രതാപന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാകാതെ ശേഖരൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും കൃത്യസമയത്ത് ആ വക്കീലിനെ കൊണ്ടുവന്ന് എത്തിച്ചു. അപ്പോൾ യാമിനി അവർക്കുള്ള ചായയായിട്ട് അങ്ങോട്ട് വന്ന് കൊടുക്കുന്നുണ്ട്. ദൈവം ഇത്രയും വലിയ നല്ലവനാണെന്ന് ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഒരു നിരപരാധിയും കോടതി ശിക്ഷിക്കില്ല. എന്താ ശേഖരേട്ടാ സന്തോഷിക്കേണ്ട സമയത്ത് ചേട്ടൻ്റെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? ഒന്നും മനസ്സിലാകാതെ യാമിനി ചോദിക്കുക. അപ്പോൾ ശേഖരൻ യാമിനിയോട് പറയാം, പിള്ളേര് പത്മേടത്തെയും കൂട്ടിയിട്ട് ആ ജഗന്നാഥൻ ചേട്ടൻ്റെ അടുത്തോട്ട് പോയത്. അപ്പോഴല്ലേ ആ സംഭവമൊക്കെ ഉണ്ടായത്. അതിനെന്താ ശേഖരേട്ടാ? രാജുവും ഋതിയെ പത്മേടത്തി എടുത്തിട്ട് പോയത് ചേട്ടൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് കേട്ടിട്ട് പ്രതാപൻ പറയാ, പത്മയെ നിങ്ങൾക്കെല്ലാം സ്വീകാര്യമായിരിക്കും, പക്ഷെ എനിക്ക് സ്വീകാര്യമല്ല. അവളെ വേണമെന്നുള്ളവർ അവളോടൊപ്പം തന്നെ ജീവിച്ചോട്ടെ, പക്ഷേങ്കിൽ എന്നെ കാണാൻ വരരുത്. അത് കേട്ടിട്ട് വളരെ വിഷമത്തോടെ യാമിനി പറയാ, ചേട്ടനെ പോലുള്ള ഒരു വലിയ മനുഷ്യൻ ഇങ്ങനെ ഈ രീതിക്ക് ചിന്തിക്കല്ലേ. എന്തൊക്കെയായാലും ഋതുമോളുടെ അമ്മയല്ലേ ഏട്ടാ പത്മാവതി ഏട്ടത്തി. ഒരമ്മയെ മകള് കാണരുതെന്ന് പറയുന്നത് തന്നെ ക്രൂരതയല്ലയോ? പ്രതാപൻ ദേഷ്യത്തോടെ ചോദിക്കുക, കഴിഞ്ഞ 10-20 കൊല്ലവേ ഈ അമ്മ എവിടെയായിരുന്നു? അതിനുള്ള ഉത്തരം യാമിനിക്ക് പറയാവോ? യാമിനി സങ്കടത്തോടെ പറയുന്നുണ്ട്, അതിനുള്ള ഉത്തരം പറയാൻ എനിക്ക് പറ്റും, പക്ഷേ ആ ഉത്തരം ചേട്ടനെ ദഹിക്കണമെന്നില്ല. ചേട്ടൻ സ്വന്തം മകളെപ്പോലെ കരുതുന്ന ഒരു അനുജത്തിയാ ഞാൻ. എനിക്കാണെങ്കിൽ ചേട്ടൻ ഒരു ദൈവത്തെ പോലെയാ. ഒരു വാക്കുകൊണ്ട് പോലും ചേട്ടനെ വേദനിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഈ സംസാരം ഞാനിവിടെ അവസാനിപ്പിക്കുക. അപ്പോഴങ്ങോട്ട് അംബിക മോനും കയറി വരുന്നുണ്ട്. അംബിക മോനോട് രഹസ്യത്തിൽ പറയുന്ന, അവളെ കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള നിരാശ മുഖത്ത് കാണിക്കരുത്, അവർക്ക് മനസ്സിലാവും. അംബിക മുഖത്ത് ഭാവവ്യത്യാസമൊക്കെ വരുത്തി നല്ല അഭിനയത്തോടെ പ്രതാപൻ്റെ അടുത്തോട്ട് വന്ന് പറയും, എൻ്റെ ദൈവമേ, ആ കോടതി വിധി പുറത്തു വന്നപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഋതുമോളെ വെറുതെ വിട്ടെന്നേ, വേണ്ട ഈ ദീപക്ക് വന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. പെട്ടെന്ന് പിന്നെ ഞാൻ ഫോൺ ഓൺ ചെയ്ത് ന്യൂസ് വെച്ച് നോക്കി. എന്തായാലും എൻ്റെ കുഞ്ഞിന് ഒരാപത്തും ഇല്ലെന്ന് അറിഞ്ഞപ്പോൾ എനിക്കൊരു 2ാം ജന്മം കിട്ടിയതുപോലെ.
അതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന പ്രതാപനോട് വീണ്ടും പറയാ, മോനെ പ്രതാപ, എന്തെല്ലാം ചതികളാ ഋതുമോളോട് നിന്റെ ശത്രുക്കൾ ചെയ്തത്. പാവം എൻ്റെ കുഞ്ഞിനെ ഒരു കൊലക്കേസിൽ പെടുത്തിയില്ലേ. ഒരു മാലാഖയെപ്പോലെ ആ ദേവസേന വക്കീൽ വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ മോളിപ്പോൾ സെൻട്രൽ ജയിലിൽ കിടന്നേനെ. എന്നാൽ ഇത്രയും വലിയ ഒരു ചതിക്കുഴിയിൽ നമ്മുടെ കുഞ്ഞിനെ അവർ പെടുത്തിക്കളഞ്ഞല്ലോ. എൻ്റെ മോനെ, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെയൊക്കെ അവരിതുപോലെ പെടുത്തും. ചിലപ്പോഴിനി അവരുടെ അടുത്ത ടാർഗറ്റ് ഞാനായിരിക്കും. ഇനി അതിലൊരു സംശയവും വേണ്ട. അത് കേട്ടിട്ട് ആ മന്ദബുദ്ധിയായ പ്രതാപൻ മന്ത്രി പറയുക, ഞാൻ ജീവനോടിരിക്കുമ്പോഴോ അതിനാരും ഞാൻ സമ്മതിക്കില്ല, തീർത്ത് കളയും ഞാൻ എല്ലാത്തിനെയും. അപ്പോഴപ്പോ അങ്ങോട്ട് വന്നിട്ട് യാമിനിയോട് ചോദിക്കുന്നു, അമ്മേ ചേച്ചി ഇതുവരെ വന്നില്ല മോളെ, ഇപ്പോൾ വരും. അപ്പോഴങ്ങോട്ട് രാജു ഋതിയെ ഓടി വരുന്നുണ്ട്. ദാണ്ടമ്മ, ചേച്ചിയും രാജുവേട്ടനും വന്നല്ലോ, 100 ആയുസാ മക്കൾക്ക് എന്നിങ്ങനെ യാമിനി പറയുക. ഋതിക ചിരിച്ചോണ്ടും സന്തോഷത്തോടും കരഞ്ഞോണ്ടും ചെറിയമ്മയെന്ന് വിളിച്ചോണ്ട് വന്ന് യാമിനിയെ കെട്ടിപ്പിടിക്കുവാണ്. ശേഖരൻ സന്തോഷത്തോടെ പറയാം, എൻ്റെ മോള് കഴിഞ്ഞതൊക്കെ അങ്ങ് മറന്നേക്ക്, ഒരു ദുസ്വപ്നം കണ്ടതായിട്ട് മാത്രം വിചാരിച്ചാൽ മതി. അത് കേട്ടിട്ട് അംബിക അവിടെ നിന്നുണ്ട് പറയുക, എന്തായാലും ശത്രുക്കൾക്ക് പോലും ഇതുപോലൊരു വിധി കൊടുക്കല്ലേ. ഋതികയും രാജ്യം ദേഷ്യത്തോടെ അംബികയെ നോക്കുന്നുണ്ട്. അംബിക പറയുക, പാവം ഋതിക ഒരുപാട് കഷ്ടപ്പെട്ടു, എന്തെല്ലാം ദുരിതങ്ങൾ ഇതിനകം അനുഭവിച്ച് കാണും. എന്നിട്ട് അംബിക മനസ്സിൽ പറയാ, നാശം, ഇവൾ ഒടുങ്ങുന്നില്ലല്ലോ, എന്തൊക്കെ ഇവക്ക് വേണ്ടി ഞാൻ ചെയ്തു. നാശം പിടിച്ചവൾ മുടിയാനായിട്ട് വീണ്ടും കയറി വന്നു. അംബികയുടെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ ഋതിക ഇങ്ങനെ നോക്കിയിട്ട് പറയുക, അമ്മായി എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല മോളെ. പക്ഷെ എന്തോ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. ഒന്നും അവസാനിച്ചിട്ടില്ല, എല്ലാം തുടങ്ങുന്നതേ ഉള്ളൂ. ജഗന്നാഥൻ മർഡർ കേസ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി. കൊലപാതകയെ ഉടനെ കണ്ടുപിടിക്കും. ശേഖരന് സന്തോഷം കൊണ്ട് ചിരി അടക്കാൻ പറ്റാതെ ഇങ്ങനെ പാടുപെടുവാണ്. ഒന്നും മിണ്ടാതെ ഇങ്ങനെ ദേഷ്യത്തോടിരിക്കുന്ന പ്രതാപനെ നോക്കിയിട്ട് രാജു പറയുന്നു, ഋതു ഇങ്ങനെ ആംഗ്യം കാണിക്കുന്ന പ്രതാപൻ്റെ അടുത്തോട്ട് പോകാനായിട്ട്. ഋതിക പ്രതാപനോട് പറയുന്നു, എനിക്കറിയാം അച്ഛനൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് കേട്ടിട്ട് പ്രതാപൻ പറയാം, എക്സ്പ്ലനേഷൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് എല്ലാ കാര്യത്തിലും ശരിയായ ധാരണയുണ്ട്. ഒരു കാര്യത്തിൽ ഞാൻ അച്ഛനോട് മാപ്പ് ചോദിക്കുക. അച്ഛന് ഞാൻ തന്ന വാക്ക് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. പ്രതാപൻ അതൊന്നും നോക്കട്ടെ, കേൾക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ, വാക്കുകൾ ഇരുമ്പ് പോലൊക്കെയൊന്നും അല്ലല്ലോ, മാറ്റിക്കോ. എനിക്ക് വാക്ക് തന്നവരാരും ഇന്നോളം അത് പാലിച്ചിട്ടുമില്ല. പിന്നെ നീ വ്യവസ്ഥകേട് കാണിച്ചതിൽ എനിക്ക് ദുഃഖവും ഇല്ല. ഋതിക കരഞ്ഞുകൊണ്ട് പറയുക, അച്ഛൻ ചിലതൊക്കെ അറിയാനുണ്ട്. അംബികയ്ക്ക് ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല, വെപ്രാളം കൊണ്ട് വയ്യ. ദൈവമേ, പത്മ പറഞ്ഞ് ഇവള് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതല്ല ഇവളിനി പ്രതാപനോടെങ്ങാനും വിളിച്ചു പറയുവോ? ഋതിക സങ്കടത്തോടെ പറയുക, അമ്മയും അച്ഛനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണം തേടി പോയതാ ഞങ്ങളവിടെ. അത് ക്ലിയർ ചെയ്യാനും അച്ഛനെ അത് ബോധ്യപ്പെടുത്താനുമാ. അത്രയും പറയുമ്പോഴേക്കും പ്രതാപൻ ചാടി അങ്ങോട്ട് എഴുന്നേറ്റിട്ട്, എനിക്കൊന്നും കേൾക്കണ്ട, കൂടുതലൊന്നും പറയുകയും വേണ്ട. ഋതിക വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുക, അച്ഛാ, ഞാൻ പറയുന്ന കാര്യം അച്ഛൻ ക്ഷമയോടൊന്ന് കേൾക്കുക. എനിക്ക് കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അമ്മയും മകളും മരുമകനും കാരണം ഒരാളുടെ ജീവനാ പോയത്. ഇനി അതാരാ ചെയ്തതെന്ന് എനിക്കറിയണം. ശരിക്കുമുള്ള ആ പ്രതിയെ ഞാൻ കണ്ടുപിടിക്കും. അതിനി ഒരു സംശയം വേണ്ട. അംബികയും മോനും തലയിൽ ഇടിവെട്ടേറ്റതുപോലെ ഇങ്ങനെ നിൽക്കുക. പ്രതാപൻ വീണ്ടും പറയാ, എന്നിട്ട് വേണം എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാൻ. പലരുടെയും പൊയ്മുഖങ്ങൾ ഞാൻ എടുത്തു മാറ്റും, അതിനൊന്നിനും യാതൊരു സംശയവും വേണ്ട. ഇത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തോടെ പ്രതാപൻ മുകളിലോട്ട് കയറി പോകാനൊരുങ്ങുമ്പോൾ അച്ഛാ എന്ന് ഋതിയെ വിളിക്കുന്നു, ചേട്ടാ എന്ന് ശേഖരനെ വിളിക്കുന്നു. അതൊന്നും കേൾക്കാതെ പ്രതാപൻ മുകളിലോട്ട് കയറി പോവുകയാണ്. യാമിനി ഋതിയോട് പറയുന്നു, ഏട്ടൻ്റെ ദേഷ്യം മോള് കാര്യമാക്കണ്ട, അവരല്പം കഴിയുമ്പോൾ അതങ്ങ് മാറിയേക്കും. മോള് വാ, നമുക്ക് മുറിയിലേക്ക് പോവാം. രാജു നീയും വാ. അങ്ങനെ യാമിനി അവരെ എല്ലാവരെയും വിളിച്ചോണ്ട് റൂമിലോട്ട് പോവുക. അംബികയും മോനും ഇങ്ങനെ അമ്പരന്ന് നിൽക്കുക. അംബിക ദീപക്കിനോട് പറയാ, ആകെ ടെൻഷനായല്ലോടാ. നമ്മളകത്താവുമോ? നമ്മളകത്താകില്ല, പക്ഷെ അമ്മയകത്താവും. അംബികയുടെ അല്ലേ മോൻ, അവൻ അങ്ങനല്ലേ പറയത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, മത്ത കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് അംബികയുടെ കൂടെ ദീപക്ക് കാണുമെന്ന് അംബിക കരുതി. ദീപക്ക് നിൽക്കത്തതുമില്ല. അംബികയുടെ മകനല്ലേ, അവൻ കാല് വാരുക തന്നെ ചെയ്യും. പ്രതാപൻ പറഞ്ഞ ഓരോ വാക്കുകളും അംബികയുടെ ചങ്കിൽ തറച്ചിട്ടുണ്ട്. കുറ്റവാളികളെ ഉടനെ കണ്ടുപിടിക്കുമെന്നും അവരുടെ പൊയ്മുഖമെല്ലാം തിരിച്ചറിയുമെന്നും പറഞ്ഞതൊക്കെ അംബിക ഇങ്ങനെ ഭയന്ന് നിൽക്കുവാണ്. എന്തായാലും ഉടനെ തന്നെ അംബികയ്ക്കുള്ള പണി ഋതികയും രാജുവും കൊടുക്കും. സർക്കിൾ ഇൻസ്പെക്ടർ അവസാനം സത്യമെല്ലാം വിളിച്ച് പറയുമോ, അങ്ങനെ അംബിക ജയിലഴിക്കുള്ളിൽ പോകുമോ എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.